ഓക്കെ, നമ്മളെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്തായിരുന്നു? ദ സർഫസ് ഏരിയ ഓഫ് എ സ്ഫിയർ ഓഫ് റേഡിയസ് 5 cm ഈസ് 5 times ദ ഏരിയ ഓഫ് ദ കർവ്ഡ് സർഫസ് ഏരിയ ഓഫ് എ കോൺ റേഡിയസ് ഈസ് 4 cm. ഫൈൻഡ് എച്ച് ആൻഡ് വോളിയം ഓഫ് ദ കോൺ. അതായത് ഇവിടെ എന്തുണ്ട്? ഇവിടെ നമുക്കൊരു സ്ഫിയർ ഉണ്ട് അല്ലേ? ഇവിടെ നമുക്കൊരു സ്ഫിയറും ഉണ്ട്, അതേപോലെ തന്നെ എന്തുണ്ട്? ഒരു കോണുമുണ്ട് അല്ലേ? സ്ഫിയറിൻ്റെ റേഡിയസ് എന്താണ്? 5 cm. കോണിൻ്റെ റേഡിയസ് എന്താണ്? 4 cm ആണല്ലോ. ഇനി ഇതിലെന്ത് പറഞ്ഞിട്ടുണ്ട്? ഈ സ്ഫിയറിൻ്റെ സർഫസ് ഏരിയ എന്ന് പറയുന്നത്, സ്ഫിയറിൻ്റെ സർഫസ് ഏരിയ കാണാനുള്ള ഇക്വേഷൻ എന്താണ്? 4πr² അല്ലേ? 4πr² അല്ലേ? കോണിൻ്റെ കേർവ്ഡ് സർഫസ് ഏരിയ 5 times ആണെന്ന് പറഞ്ഞത്. അതായത് ഈ സ്ഫിയറിൻ്റെ സർഫസ് ഏരിയ ഈക്വൽ ടു 5 times ഓഫ് ദ കേർവ്ഡ് സർഫസ് ഏരിയ ഓഫ് എ കോൺ അല്ലേ? അപ്പോൾ എന്താണ് കോണിൻ്റെ കേർവ്ഡ് സർഫസ് ഏരിയ എന്താണ്? πr² ആണല്ലോ. ഇനി ഇതെന്താണെന്ന് പറഞ്ഞിട്ടുണ്ട്? 5 times ആണെന്ന് പറഞ്ഞിട്ടില്ലേ അല്ല? അപ്പോൾ ഇസ് ഈക്വൽ ടു ഇൻറ്റു 5 അല്ലേ? 5 times എന്ന് എഴുതാം. ഓക്കെ, ഇനി ഇതിൽ നമുക്ക് വാല്യൂസ് കൊടുത്തേക്കാം. ഇവിടെ നമുക്ക് റേഡിയസും ഒക്കെ അറിയാം അല്ലേ? അപ്പോൾ നമുക്ക് വാല്യൂ കൊടുത്തേക്കാം. 4 ഇൻറ്റു പൈ എന്ത് കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട്? 22/7 അല്ല? r² എന്താണ്? r എന്താണ് ഇവിടെ? 5 ആണ്. അപ്പോൾ അതിനെ നമുക്ക് 5 ഇൻറ്റു 5 എന്ന് എഴുതാം അല്ലേ? ഈസ് ഈക്വൽ ടു എന്താണ്? പൈ 22/7 ആണ്. റേഡിയസ് എന്താണ് ഇവിടെ? 4 cm അല്ലേ? റേഡിയസ് ഈക്വൽ ടു 4 ഇൻറ്റു എല്ലാം നമുക്ക് തന്നിട്ടില്ല, എല്ലാം നമ്മൾ അങ്ങനെ തന്നെ എഴുതി. പിന്നെന്താണ്? ഇൻറ്റു 5. ഓക്കെ, അപ്പോൾ ഇതിൽ നമുക്ക് എന്തൊക്കെയാണ് കട്ട് ചെയ്യാൻ നോക്കാം. ഈക്വൽസ് അതിൻ്റെ അപ്പുറത്തും ഇപ്പുറത്തും വന്നാൽ എന്താക്കാം? നമുക്ക് കട്ട് ആയി പോകും അല്ലേ? ഇപ്പോൾ ഇത് അങ്ങോട്ട് പോകുമ്പോൾ മൈനസ് ആയി പോകില്ല. ഇവിടെ നമുക്ക് 4 ഉണ്ട്, ഇപ്പുറത്തും 4 ഉണ്ട്. രണ്ടും നമുക്ക് കട്ട് ചെയ്യാം. അതേപോലെ തന്നെ രണ്ട് ഭാഗത്തും ഓരോ പൈ ഇല്ലേ? ഓരോ 22/7 ഇല്ലേ? അത് രണ്ടും നമുക്ക് കട്ട് ചെയ്യാം. രണ്ട് ഭാഗത്തും ഓരോ 5 നമുക്ക് കട്ട് ചെയ്തൂടെ? ബാക്കി എന്താ വന്നത്? ഇവിടെ ബാക്കി 5 ഉണ്ട്, ഇവിടെ L ഉണ്ട്. അപ്പോൾ അതിന് നമുക്ക് എന്ത് കിട്ടി? L ഈസ് ഈക്വൽ ടു 5 cm എന്ന് കിട്ടി. ഓക്കെ, ഇപ്പോൾ ഇതിൽ ഈ കോണിൽ നമുക്ക് റേഡിയസ് അറിയാം, L അറിയാം അല്ലേ? ഇവിടെ നമുക്ക് എന്ത് കണ്ടെത്താനാണ് പറഞ്ഞത്? ഇവിടെ നമ്മളോട് ഹൈറ്റും അതേപോലെ തന്നെ വോളിയമാണ് കണ്ടെത്താൻ പറഞ്ഞത്. കോണിൻ്റെ വോളിയം കാണാനുള്ള ഇക്വേഷൻ എന്താണ്? 1/3πr²h അല്ലേ? കോണിൻ്റെ വോളിയം കാണാനുള്ള ഇക്വേഷൻ എന്താണ്? 1/3πr²h ആണല്ലോ. അപ്പോൾ നമുക്ക് ഹൈറ്റും കാണണം, വോളിയം കാണണം. അപ്പോൾ ഈ L വെച്ചിട്ട് ഹൈറ്റ് കാണാനുള്ള ഇക്വേഷൻ നമുക്കറിയാം. L വെച്ചിട്ട് ഹൈറ്റ് കാണാനുള്ള ഇക്വേഷൻ എന്താണ്? L കാണാനുള്ള ഇക്വേഷൻ നമുക്കറിയില്ലേ? എന്താണ്? L² ഈക്വൽ ടു r² പ്ലസ് h². ഇത് നമുക്കറിയാലോ. ഇത് വെച്ചിട്ട് നമുക്ക് ഇതിൽ h കണ്ടെത്താം. L എന്താണ്? 5 ആണ്. 5² ഈക്വൽ ടു അല്ലേ? റേഡിയസ് എന്താണ്? റേഡിയസ് 4 അല്ലേ? 4² പ്ലസ് h². അപ്പോൾ ഈ h കണ്ടെത്താൻ വേണ്ടി 4 അങ്ങോട്ട് കൊടുത്താൽ മതി. അപ്പോൾ 5² മൈനസ് 4² ഈക്വൽ ടു h². ഇതിന് എന്ത് കിട്ടും? h² ഈക്വൽ ടു 5² 25 ആണ് അല്ലേ? 5² 25 ആണ്, 4² 16 ആണ്. അപ്പോൾ h² ഈക്വൽ ടു 9 കിട്ടും നമുക്ക്. 25 മൈനസ് 16 ചെയ്താൽ 9 കിട്ടും. അപ്പോൾ h ഈക്വൽ ടു √9 ആണ്. അതായത് h ഈക്വൽ ടു 3 cm ആണ് വരിക അല്ലേ? L നമുക്ക് 5 cm കിട്ടി, h നമുക്ക് 3 cm കിട്ടി. ഇത് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ഈ കോണിൻ്റെ വോളിയം πr² വെച്ചിട്ട് കണ്ടെത്താൻ വേണ്ടി പറ്റും. അപ്പോൾ നമുക്ക് കോണിൻ്റെ എന്തറിയാം? h ഈക്വൽ ടു 3 cm, r ഈക്വൽ ടു 4 cm. ഇത് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം? അതിൻ്റെ വോളിയം കണ്ടെത്താം. വോളിയം എന്താണ്? v ഈക്വൽ ടു 1/3πr²h അല്ലേ? കോണിൻ്റെ വോളിയം കാണാനുള്ള ഇക്വേഷനാണ്. അപ്പോൾ എന്താണ് വരിക? 1/3 ഇൻറ്റു പൈ നമുക്കറിയാം 22/7 എടുക്കാൻ പറഞ്ഞിട്ടുണ്ട് അല്ലേ? r² എന്താണ്? 4 ഇൻറ്റു 4 അല്ലേ? h എന്താണ്? 3 ആണല്ലോ. നമുക്ക് ഈ 3യും കട്ട് ചെയ്ത് കളയാലോ അല്ലേ? ഇനി നമുക്ക് എന്തുണ്ട്? 22 4 ഇൻറ്റു 4 16 ആണ് ബൈ 7. ഓക്കെ, 22 ഇൻറ്റു 16 ചെയ്താൽ എന്താ കിട്ടുക? 22 ഇൻറ്റു 16 ചെയ്താൽ 22 ഇൻറ്റു 16 അല്ലേ? 6 ഇൻറ്റു 2 12, 6 ഇൻറ്റു 2 12 പ്ലസ് 1 13, 2 അല്ലേ? ഇപ്പോൾ 2 5 1 അല്ല 3 352/7
7 കിട്ടും. നമുക്ക് 352/7 കിട്ടും. അത് നമുക്ക് ചെയ്ത് നോക്കാം. 352/7 അല്ലേ, 35 5 ടൈംസ് പോകും. 5 × 5 35 ആണ്. ബാക്കി 0 2 പോവില്ല. അപ്പോൾ എന്ത് വരും? ഇവിടെ നമുക്കൊരു 0 കൂടി ഇട്ട് കൊടുക്കാം അല്ലേ. അപ്പോൾ എന്ത് വരും? 5.20 എത്ര പ്രാവശ്യം പോകും? 20 2 ടൈംസ് അല്ലേ പോകുള്ളൂ. അപ്പോൾ 5.224 ആണ്. ബാക്കി 6 വരും അല്ലേ. 60 എന്ത് വരും? 8 × 7 56. ബാക്കി 4 വരും. അങ്ങനെ പോകും. അപ്പം നമുക്ക് എന്ത് കിട്ടും? ഇവിടെ വോളിയം ഈസ് ഈക്വൽ ടു, അപ്പോൾ 50.28 കിട്ടും നമുക്ക് ഇവിടെ ചെയ്യുമ്പോൾ അല്ലേ. അപ്പോൾ എന്താണ് വോളിയം? നമുക്ക് എന്താ കിട്ടുക? 50.28 cm3. ഇതാണ് എന്ത് വരിക? ആ കോണിൻ്റെ വോളിയം വരിക. ഇത് വെച്ചിട്ട് നമുക്ക് കിട്ടിയല്ലോ. ഇതെല്ലാവർക്കും കിട്ടിയല്ലോ.